ഡിസ്പ്ലേ വന്നു. ഓക്കെ, ബീപ്പാണ് വരുന്നത്. ബീപ്പ് മാറണമെങ്കിൽ കീബോർഡ് ഊരിയിടേണ്ടി വരുമായിരിക്കും. ഹായ് ഗൈസ്, അഴിച്ചുപണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പുതിയൊരു സെറ്റപ്പാണ് ട്രൈ ചെയ്യുന്നത്. ഇതിൻ്റെ ഇന്നത്തെ വീഡിയോൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, അതേമാതിരി സൗണ്ടിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നൊക്കെ എന്നുള്ളത് പറയണേ. കാരണം അത് പഴയ മൈക്ക് ഇവിടെ തൂക്കിയിട്ടുണ്ട്, ഇതല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു ലാപ്പ് മൈക്കൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിലൊരു സെറ്റപ്പ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് Dell Inspiron 1564 എന്ന് പറഞ്ഞൊരു ലാപ്ടോപ്പാണ്. അപ്പോൾ ഈ ലാപ്ടോപ്പിന് മെയിനായിട്ട് ഇത് കുറേ നാളെ യൂസ് ചെയ്തിട്ട്, അപ്പോൾ പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് തന്നതാണ്, ഇന്ന് റിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഞാൻ ഓണൊക്കെ ചെയ്ത് നോക്കി, യാതൊരു പ്രശ്നമില്ല. ഓൺ ചെയ്യുമ്പോഴത്തേക്ക് മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ആ കൂടെ കീബോർഡ് മാത്രമാണ് ഇതിന് കംപ്ലൈൻറ്റ്. ഓൾമോസ്റ്റ് ഒരു 7-8 കൊല്ലം എന്തായാലും ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതിൻ്റെ മേക്ക് വെച്ചിട്ട്. എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. അത്യാവശ്യം നല്ല പഴയ ലാപ്ടോപ്പാണ്, നല്ല കനമുണ്ട്. പക്ഷേ അതാണ് ആ ലാപ്ടോപ്പിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഇത്രയും കൊല്ലമായിട്ട് ഇതിന് പെർഫോമൻസിന് യാതൊരു പ്രശ്നവും വന്നിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഹാർഡ്വെയർ ആയിട്ട് അടിച്ചു പോകുക അങ്ങനെ ഒന്നും ആയിട്ടില്ല. ജസ്റ്റ് കീബോർഡ് മാത്രം, അത് ഉപയോഗിക്കാണ്ട് വെച്ചുകൊണ്ട് മാത്രം കീബോർഡ് പോയതാണ്. ബാക്കിയുള്ളതെല്ലാം ഇപ്പോഴും ഇത് മര്യാദയ്ക്ക് വർക്കിംഗ് ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിൻ്റെ കീബോർഡ് എങ്ങനെയാണ് മാറ്റുന്നതെന്ന് നോക്കാം. ജസ്റ്റ് വേറെ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഉള്ളിൽ വൃത്തികേടായിട്ട് ഇരിപ്പുണ്ടോ എന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കാം. ഗൈസ്, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതിൻ്റെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ഉണ്ട്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അത് ഓൾ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി അഥവാ നിങ്ങൾ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായി അവിടെ നിന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. യൂട്യൂബിൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യട്ടോ. അപ്പോൾ വേറൊരു കാര്യം കൂടെ, കുറേ നാളായി നമ്മൾ വീഡിയോ ഇടാഞ്ഞിട്ട്, അതായത് ഏതാണ്ട് ഒരാഴ്ചയുടെ അടുത്തായി. അത് ഇതേമാരത്തേക്ക് ക്യാമറ അങ്ങനെ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കൊണ്ടാണ് ഇടാണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയൊരു ക്യാമറയാണ്. ക്യാമറയുടെ പേര് ഞാൻ പറയുന്നില്ല, കാരണം ഈ ക്യാമറയ്ക്ക് ഞാൻ വലിയ പരസ്യം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ലാപ്ടോപ്പ് ജസ്റ്റ് ഒന്ന് പവർ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും പവർ ഓൺ ആവുന്നില്ല. അതായത് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി ഓൾറെഡി ഡെഡ് ആയിരിക്കുകയാണ്. ഒബ്വിയസ്ലി ഒരു 6-7 കൊല്ലം പഴക്കമുള്ള ലാപ്ടോപ്പിൻ്റെ ബാറ്ററി ഡെഡ് ആയിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ പവർ ചാർജർ വെച്ച് കുത്തി കഴിയുമ്പോഴത്തേക്കും ലാപ്ടോപ്പ് അത്യാവശ്യം ഓൺ ആവുന്നുണ്ട്. ഡെല്ലിൻ്റെ ലോഗോ വന്നു. സംഭവം ബൂട്ടിങ്ങിലേക്ക് കടക്കുന്നുണ്ട്, കണ്ടോ. അപ്പോൾ അതായത് ലാപ്ടോപ്പ് ബൂട്ടിങ്ങിലേക്കൊക്കെ വരുന്നുണ്ട്. ആ കൂടെ പ്രശ്നം വരുന്നത് കീബോർഡ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് കീബോർഡ് മാറ്റാം. ഫസ്റ്റ് തന്നെ ലാപ്ടോപ്പ് ഒന്ന് തിരിച്ചിട്ട് ബാറ്ററി ഊരുക എന്നുള്ളതാണ് ഫസ്റ്റ് ദൗത്യം. എപ്പോഴും ഏത് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ ബാറ്ററി ഡിസ്കണക്ട് ചെയ്തിട്ട് വേണം വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇത് ഊരാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മുടെ സ്ഥിരം സ്ക്രൂ ഡ്രൈവർ ആണ് എടുക്കുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്നത് 3 സ്ക്രൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ താഴത്ത് തന്നെ 2 സ്ക്രൂ ഓൾറെഡി കീബോർഡിൻ്റെ പടം വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഊരുന്നത്. ആ 2 സ്ക്രൂവും പിന്നെ കൂടെ പിന്നെ ഒരു കെ എന്ന് പറഞ്ഞ് എഴുതിയൊരു വലതുവശത്തുള്ള ഒരു സ്ക്രൂവും കൂടെ ഉണ്ട്. അത്രയാണ് മെയിനായിട്ട് കീബോർഡ് ഊരാനായിട്ട് നമ്മൾ അഴിക്കേണ്ട സ്ക്രൂസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ സ്ക്രൂ ഡ്രൈവർ ഉണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ട് ഈ പാനൽ മര്യാദയ്ക്ക് ക്ലോസ് ആയിട്ടില്ല. അപ്പോൾ നമുക്കതൊന്ന് ഊരി രണ്ടാമത് മര്യാദയ്ക്കൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. എന്തായാലും ഊരുകയാണല്ലോ. അപ്പോൾ അത് ഊരാനായിട്ട് 3 സ്ക്രൂസാണുള്ളത്. അത് ഓരോന്നോരോന്നായിട്ട് നൈസായിട്ട് ഊരുക. ആ സ്ക്രൂ മുഴുവനായിട്ട് ഊരിയെടുക്കണമെന്നില്ല. നമുക്ക് പാനൽ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്നും കൂടെ ഞാൻ അതിൻ്റെ ഇടയിൽ കാണിച്ചു തരാം. ജസ്റ്റ് സ്ക്രൂ എല്ലാം മര്യാദയ്ക്കൊന്ന് ഊരിയിട്ട് ജസ്റ്റ് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ പാനൽ ഊരിയെടുക്കാവുന്നുള്ളൂ, കണ്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മുടെ ഹാർഡ് ഡിസ്ക്, റാം, ഹാർഡ് ഡിസ്ക്, അതേമാതിരി വൈഫൈയുടെ മോഡ്യൂൾ ഒക്കെ വരുന്നത് ഇവിടെയാണ്. നമ്മുടെ പാനൽ ഇപ്പം മര്യാദയ്ക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കീബോർഡ് അഴിക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ലാപ്ടോപ്പ് ഇങ്ങനെ കുത്തിച്ചാരി വയ്ക്കുക. അപ്പോൾ ആ ഹിഞ്ചിൻ്റെ സൈഡിൽ ഒരു ചെറിയ വിടവുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഒരു ചെറിയ വിടവുണ്ട്. അവിടെ ലോക്കാണ്. അത് ജസ്റ്റ് നമ്മളൊരു ഫ്ലാറ്റ് ഹെഡ് വെച്ചിട്ട് ഒന്ന് തിക്കി തുറക്കുക. അതേമാതിരി തന്നെ അപ്പുറത്തെ സൈഡിലും ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ഹോള് വലുതാക്കുക. ആ ലോക്ക് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ സൈഡും കൂടെ, രണ്ടാമത്തെ സൈഡും കൂടെ നമുക്ക് പിടിപ്പിക്കാം. എന്തെങ്കിലും പ്രൈയിങ് ടൂൾ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ പ്രൈയിങ് ടൂളില്ല. ഞാൻ ജസ്റ്റ് നമ്മുടെ സ്ക്രൂ ഡ്രൈവറിൻ്റെ തുമ്പ് വെച്ച് തന്നെയാണ് അത് തുറക്കുന്നത്. അതിന് ശേഷം ലാപ്ടോപ്പ് നേരെ തുറന്നു വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് ജസ്റ്റ് ഇതേമാതിരി ആ സൈഡിൽ, അതായത് ഹിഞ്ചിൻ്റെ സൈഡിലുള്ള പ്ലാസ്റ്റിക് ജസ്റ്റ് ഇങ്ങനെ പതുക്കെ പൊക്കി എടുക്കുക.
കുറച്ച് ക്ലിക്കിംഗ് നോയ്സൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ നമ്മുടെ ക്യാമറയിൽ മൈക്ക് വർക്ക് ചെയ്യുന്നതുകൊണ്ട് കിട്ടാഞ്ഞതാണ്. അപ്പോൾ ഈ ക്ലിക്കിംഗ് നോയ്സ് ഉണ്ടാവും. അപ്പോൾ ആ ലോക്ക് വിട്ട് വരുന്ന നോയ്സ് അവിടെ ഉണ്ടാവും. അത് കാര്യമാക്കണ്ട, നിങ്ങളത് ധൈര്യമായിട്ട് ട്രൈ ചെയ്തെടുത്താൽ മതി. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കീബോർഡ് ഊരിയെടുക്കാവുന്നതാണ്. ന്യൂ ജനറേഷൻ പിള്ളേരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാലഘട്ടത്തിൽ ഇറങ്ങിയ ലാപ്ടോപ്പാണ് ഏറ്റവും സർവീസബിൾ ലാപ്ടോപ്പായിട്ട് ഇറങ്ങിയത്. അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് റാം, അതേമാതിരി ഹാർഡ് ഡിസ്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് റീപ്ലേസ് ചെയ്യാവുന്ന തരത്തിലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കീബോർഡിൻ്റെ ലോക്ക് കംപ്ലീറ്റ് ആയിട്ട് ഊരിയിട്ടുണ്ട് കേട്ടോ. ഈ ബസ്സിൽ നമ്മൾ നൈസായിട്ട് ഊരിയെടുക്കുകയാണ്. അതിന് നമുക്ക് കീബോർഡ് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ കൂടെ 3 സ്ക്രൂ ഊരിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കീബോർഡ് ഇങ്ങനെയാണ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ആ പോളിൽ ശരിക്കും സ്ക്രൂസ് വേണ്ടതാണ്. അതായത് ഇപ്പോൾ ഇത് കണ്ട, ഈ പോളുകളിൽ ശരിക്കും സ്ക്രൂസ് വെച്ച് ടൈറ്റ് ചെയ്യേണ്ടതാണ്. ഇതിന് മുമ്പ് അഴിച്ച ആൾക്കാർ സ്ക്രൂ ഇടാത്തത് കൊണ്ടാണ് അവിടെ സ്ക്രൂ കാണാത്തത്. കണ്ടോ, അതായത് ആ ഹോള് വെച്ചിരിക്കുന്ന സ്ഥലത്ത് ശരിക്കും സ്ക്രൂസ് ഉള്ള ഹോളാണ്. അവിടെ സ്ക്രൂസ് അവർ ഇട്ടിട്ടില്ല. ഇപ്പോൾ കീബോർഡ് ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു ഗാഡി മാരത്തൊരു ഇതുണ്ട്, അതിലേക്ക് ഇറക്കി വെച്ചേക്കുവാണ്. അപ്പോൾ ഈ സ്പേസ് ബാറിൻ്റെ താഴെ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ സ്ക്രൂ ഡ്രൈവർ ഇട്ട് കുത്തുന്നതിൻ്റെ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഗ്രൂവ് ഉണ്ട്. ആ ഗ്രൂവിൻ്റെ അകത്തേക്കാണ് ഇറക്കി വെച്ചിരിക്കുന്നത്. ജസ്റ്റ് നമ്മളിങ്ങനെ തിക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേമാതിരി കീബോർഡ് ഊരി എടുക്കാവുന്നേ ഉള്ളൂ. What the heck? പിടിപ്പിച്ചിട്ടേ ഇല്ല. നമ്മളപ്പോൾ കീബോർഡ് പ്ലഗ് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം എന്താ പറ്റണേന്ന്. കീബോർഡ് ഊരിയിട്ടേക്ക് വരുന്നാരുണ്ടോ? ഡിസ്പ്ലേ വന്നു. ഓക്കെ, ബീപ്പാണ് വരുന്നത്. ബീപ്പ് മാറണമെങ്കിൽ കീബോർഡ് ഊരിയിടേണ്ടി വരുമായിരിക്കും. കണ്ടോ, കീബോർഡ് ഊരിയപ്പോഴത്തേക്കും സാധനം ബീപ്പ് മാറി, ബൂട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡാമേജ് കീബോർഡ്. ഇതാണ് നമ്മുടെ പുതിയ കീബോർഡ്. എന്താ, വേറെ സംഭവങ്ങളൊന്നുമില്ല, നോ ഫാൻസി തിങ്സ്. ഇതാണ് കീബോർഡ്. ജസ്റ്റ് നമുക്ക് ഇതിങ്ങനെ അങ്ങോട്ട് കയറ്റി വയ്ക്കുക. ലോക്ക് ചെയ്യുക. ഇതിൻ്റെ ഇടയിൽ കയറ്റുക. ഇതിൻ്റെ അകത്ത് ഓൾറെഡി സ്ക്രൂ വേണ്ടതാണ്. സ്ക്രൂ ആരോ ഊരിക്കളഞ്ഞതാണ്. അപ്പം അതാണ് നമുക്കിപ്പം പിടിപ്പിക്കാൻ പറ്റാത്തത്. ഇനി നമുക്ക് ജസ്റ്റ് അതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഡെല്ല് വന്നു. ബൂട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. നമുക്കിനി ജസ്റ്റ് കീബോർഡ് വർക്ക് ചെയ്യണോ നോക്കാം. ഞാൻ കൺട്രോൾ ഓൾട്ടും ഞെക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, കൺട്രോൾ ഓൾട്ട് ഞെക്കിയപ്പോൾ ഇവിടെ പാസ്വേഡിൻ്റെ സംഭവം വന്നിട്ടുണ്ട്. യൂസറിനെ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല. നമുക്ക് തന്ന ആളുടെ പ്രൈവസിയും കൂടെ നമ്മൾ മാനിക്കണമല്ലോ. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കീബോർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിത് തിരിച്ച് ഇതേമാതിരി തന്നെ ലോക്കിട്ട് അങ്ങോട്ട് പിടിപ്പിച്ചാൽ മാത്രം മതി. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ആ കൂടെ ആദ്യം എടുത്ത 3 സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ നമുക്കൊന്ന് ഇടണം. ഉണ്ടോ, ഇത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കീബോർഡ് മാറ്റാനായിട്ട്. വലിയ എന്താ പറയുക, മല മറക്കണ പരിപാടിയൊന്നുമില്ല. പിന്നെ നമ്മൾ സ്ക്രൂ ഊരിയ മാതിരി തന്നെ എവിടെ നിന്നാണ് ഊരിയത് അതേ പൊസിഷനിൽ തന്നെ ഊരിയ സ്ക്രൂസ് തിരിച്ച് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് പല സ്ക്രൂവിനും പല നീളമാണ്. അപ്പോൾ നിങ്ങൾ ഏത് സ്ക്രൂ എവിടെ നിന്ന് ഊരിയ എന്നുള്ളത് നോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ സംഭവം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എനിക്ക് എടുത്തിരിക്കുന്ന ടോട്ടൽ ടൈം എനിക്ക് ഒരു 10 മിനിറ്റിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം, ക്യാമറ സെറ്റ് ചെയ്യാൻ ഇതിനൊക്കെ ആയിട്ട് കൂടുതൽ സമയം എടുത്തിട്ടുണ്ടാവും. അതല്ലാതെ നമ്മുടെ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യാനായിട്ട് ആ കൂടെ 10 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. അതേമാതിരി ഊരേണ്ട സ്ക്രൂ ഉണ്ടായിരുന്നത് ആ കൂടെ 3, പിന്നെ ഒരു 2 സ്ക്രൂ എക്സ്ട്രാ കീബോർഡിനുണ്ടായിരുന്നു. അത് ഇതിന് മുമ്പ് അഴിച്ച ആൾ ഇതുവരെ ഇടാഞ്ഞതുകൊണ്ട് നമുക്കത് ഊരേണ്ടി വന്നിട്ടില്ല. അപ്പം
ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റത്തെ പരിപാടിക്ക് നമുക്ക് ഇത്ര ഒരു 1000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലാപ്ടോപ്പ് നിസ്സാരമായിട്ട് അടുത്ത പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടി കൊടുക്കാം. എന്നുവെച്ചാൽ പിള്ളേർക്ക് ഓൺലൈൻ ക്ലാസ്സുകൾക്കൊക്കെ എടുക്കാൻ പറ്റുന്ന പാകത്തിനുള്ള ഒരു ലാപ്ടോപ്പായി. അപ്പോൾ എന്തായാലും ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അതായത് ഇതേമാതിരിയുള്ള സംഭവങ്ങൾ നിങ്ങളും ഒന്ന് അഴിച്ച് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട്. അഴിക്കണയ്ക്ക് മുന്നേ ആദ്യമേ ഓരോ ഫോട്ടോ എടുക്കുക, ഓരോ സ്ക്രൂ ഊരണതും മാറ്റി വെക്കുക. അതേമാതിരി നിങ്ങൾ എന്ത് സാധനങ്ങളാണ് അഴിക്കാൻ പോകുന്നതിന് മുമ്പ് വയറുകളാണെന്നുണ്ടെങ്കിൽ ആ വയറുകളുടെയൊക്കെ ഫോട്ടോ എടുത്ത് വെക്കുക. അതായത് നിങ്ങൾ തിരിച്ചു വെക്കുമ്പോൾ എന്താണ് നിങ്ങൾ ഊരുക അത് അതേപടി തന്നെ തിരിച്ചു വെക്കാനുള്ള ശ്രമങ്ങളും നടത്തുക. അപ്പോൾ എന്തായാലും ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഇടുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യേണ്ട തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് അത് ഓൾ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഏതോ നിങ്ങൾ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ഇനി അഥവാ യൂട്യൂബിൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നത്തെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോൻ്റെ സൗണ്ട് ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും എങ്ങനെയുണ്ടെന്നുള്ളതും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.